രാവിലെ 8-നും 9-നും ഇടയിൽ ചായ കുടിക്കാറുണ്ടോ? എങ്കിൽ ഒരു കരുതൽ നല്ലതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ ചായയോ കാപ്പിയോ കുടിക്കുന്ന ശീലമുള്ളവരാണ് ചിലരെങ്കിലും ആ ശീലം നല്ലതല്ലെന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ചായയും കാപ്പിയും കുടിക്കുന്നത് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതില്ല. എന്ത് ചെയ്യുമ്പോഴും അതിനൊരു സമയമുണ്ട്. അതെ, ചായയും കാപ്പിയും കുടിക്കാനൊരു സമയമുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇഷ്ടമുള്ളപ്പോൾ ചെറിയൊരു ക്ഷീണമോ ഉറക്കമോ വരുമ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് കരുതുന്നവരെല്ലാം ഇതുകൂടി ശ്രദ്ധിക്കുക. രാവിലെ 8 മണിക്കും 9-നും ഇടയിൽ ശരീരം ഉയർന്ന അളവിൽ നമ്മെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ സഹായിക്കുന്ന കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് കഫീൻ അടങ്ങിയ കാപ്പിയും നമ്മുടെ ഫേവറേറ്റ് ആയ ചായയുമൊക്കെ കുടിക്കുന്നത് പരിഭ്രാന്തി ഉണ്ടാക്കാൻ ഇടയാക്കുമത്രേ. അതുകൊണ്ട് ആ ശീലം വേണ്ട. ഇനി എപ്പോഴാണ് ചായയും കാപ്പിയും ഒക്കെ കുടിക്കാനുള്ള നല്ല സമയം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് കോർട്ടിസോളിന്റെ അളവ് കുറയാൻ തുടങ്ങുന്ന 9:30-നും 11:30-നും ഇടയിലാണ്. ഇത് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒഴിഞ്ഞ വയറ്റിൽ ചായയോ കാപ്പിയോ കുടിക്കുന്നത് ആമാശയത്തിലെ ആസിഡുകളെ ഉത്തേജിപ്പിക്കും. ഇത് ദഹനക്കുറവിനും വയറിനെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നു. കൂടാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കൂടുതലായിരിക്കും. കഫീൻ അകത്ത് ചെല്ലുന്നത് വഴി ഹോർമോൺ അളവ് കൂട്ടും. രാവിലെ ചായ വേണമെന്ന് നിർബന്ധമുള്ളവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കാമെന്നും വിദഗ്ധർ പറയുന്നു. ഒരു കാര്യം കൂടി, രാവിലെ ചായയും കാപ്പിയും കുടിക്കുന്നതിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, പ്രഭാത ഭക്ഷണത്തിലും ശ്രദ്ധിക്കണം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്ന റോളുകളും പേസ്ട്രികളും ഒന്നും രാവിലെ കഴിക്കാതിരിക്കുക. സ്മൂത്തി, കോൺഫ്ലെക്സ് എന്നിവയൊക്കെ ആരോഗ്യകരമാണെന്ന് തോന്നുമെങ്കിലും നാരും പോഷകങ്ങളുമൊക്കെ ഇവയിൽ കുറവായതിനാലും പഞ്ചസാര അടങ്ങിയിട്ടുള്ളതിനാലും ഇവയും ശരീരത്തിന് നല്ലതല്ല.